ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സൗദി അറേബ്യയിൽ ഇപ്പോൾ കത്തിച്ച് നിൽക്കുന്ന ഒരു സംഭവമുണ്ട് അല്ലേ. അതായത് മാർക്കറ്റുകളൊക്കെ കീഴടക്കാനായിട്ട്, സോഫ്റ്റ് ഡ്രിങ്കുകളുടെ മാർക്കറ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മിലാഫ് കോള. അപ്പോൾ അതിപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി നമ്മളത് കുടിച്ചു നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ബിന്ദാവൂദിലേക്കാണ്. ബിന്ദാവൂദ് കാണിച്ചു തരാം. ബിന്ദാവൂദിൽ സാധനം ഉണ്ട് എന്നുള്ളത് രീതിക്ക് ബിന്ദാവൂദിൽ വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു മിലാഫ് കോല ഇത്രയും ഒരു സ്വീകാര്യത സൗദിയിൽ കിട്ടി എന്നുള്ളത്, സൗദിയിൽ മാത്രമല്ല ഇനിയിപ്പോൾ അത് എല്ലാ മാർക്കറ്റും കീഴടക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. റീസൺ 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്വാഭാവികമായിട്ടും ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് പഞ്ചസാരയുടെ അളവാണ്. 30-35% പഞ്ചസാരയായിരിക്കും ഈ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ പൂർണ്ണമായിട്ടും ഇല്ല. രണ്ടാമത്തത്, ഇത് എടുത്തിരിക്കുന്നത്, അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്ക് വന്നിരിക്കുന്നത് ഈത്തപ്പഴത്തിൻ്റെ ചാറിൽ നിന്നാണ്. അപ്പോൾ ഈത്തപ്പഴം എന്നുള്ളത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ ഒരു റീസൺ ആയിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇസ്രായേൽ പ്രൊഡക്റ്റിൻ്റെ ബഹിഷ്കരണം. അത് കാര്യമായിട്ടും ശക്തമായിട്ടും നടക്കുന്നത് സൗദി അറേബ്യൻ നാടുകളിലാണ്. എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 3 റീസണാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രത്തോളം ഒരു സ്വീകാര്യത കിട്ടാൻ ഉള്ള കാരണം. ഇനി ഒരു ഡ്രിങ്ക് നമുക്ക് അത് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. പിന്നെ ഏതൊരു ഡ്രിങ്ക് ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. 1000 പേർക്ക് 1000 നാവിന് 1000 രുചി, ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഏതൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും അത് കുടിച്ച് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്കത് കിട്ടിത്തുടങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് എങ്ങനെയുണ്ടെന്ന് പറയുന്നില്ല, നമുക്ക് പോയി നോക്കാം അല്ലേ. വാ. സാധനമുണ്ട് ഇവിടെ ഗെയ്സ്. ഇതാണ് സാധനം. ഇത് കണ്ടില്ലേ, 3 റിയാലും 50 ഹലാലിയാണ് റേറ്റ്. നോ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, കണ്ടെയ്ൻസ് കഫെയിൻ. കൊള്ളാട്ടോ, കൊള്ളാം. ഒരു കോളയുടെ സെയിം ടേസ്റ്റാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്. എനിക്ക് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ട് മധുരം കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. മറ്റുള്ള ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. കൊള്ളാം. എന്തായാലും നമുക്കൊരു പഞ്ചസാരയില്ലാത്ത ഒരു കോള കുടിക്കാൻ പറ്റുന്നത് നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും പറ്റുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.